സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. നിരുപമമാകും നിർമ്മല വചനം സത്യവും ജീവനും നീ മാത്രം. നിരുപമമാകും നിർമ്മല വചനം സത്യവും ജീവനും നീ മാത്രം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവും
സകലമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ ഗുരുവരനേശുവിൻ മഹിമകൾ പാടാ ഒരുമയോടൊന്നായി അണയുക നാം. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ എല്ലാ നല്ല മാതൃകകളും കാണിച്ചു തന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് അനേകം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്ത, മാത്രമല്ല ഇന്ത്യയുടെ സാക്ഷരതയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച, അതുമാത്രമല്ല അനേകരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിച്ചു കൊടുത്ത ഒരു വലിയ മിഷണറിയായിരുന്നു വില്യം കേറി. വില്യം കേറി താൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. താൻ ചെരുപ്പ് കുത്തിയായി തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ കടയിൽ ഒരു ഇന്ത്യയുടെ മാപ്പ് തൂക്കിയിട്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താൻ എല്ലാ ദിവസവും ആ മാപ്പ് കാണുമ്പോൾ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. തൻ്റെ ഈ തൊഴിലിനോട് കൂടെ തന്നെ താൻ സുവിശേഷ പ്രസംഗവുമായി അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ പോയിരുന്നു. അങ്ങനെ താൻ ഒരു നല്ല പ്രസംഗകൻ ആയതുകൊണ്ട് കൂടെ തൻ്റെ ബിസിനസ് സ്വാഭാവികമായിട്ടും അത് നഷ്ടത്തിലാകുവാൻ തുടങ്ങി. അങ്ങനെ നഷ്ടത്തിലായപ്പോൾ തൻ്റെ ഒരു സുഹൃത്ത് വന്ന് തന്നോട് ഇങ്ങനെ പറഞ്ഞു, ബിസിനസ്സൊക്കെ വളരെ നഷ്ടത്തിലാണല്ലോ, താങ്കൾക്ക് ബിസിനസ്സിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൂടെ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് വില്യം കേറി പറഞ്ഞത് ഇങ്ങനെയാണ്, മൈ ബിസിനസ് ഇസ് ടു എക്സ്റ്റെൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതായത് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് എന്നാണ് വില്യം കേറി പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ യൗവനകാലം എങ്ങനെ പ്രയോജനമുള്ളതാക്കാം, എങ്ങനെ ഗുണകരമാക്കാം, എങ്ങനെ അനുഗ്രഹമാക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഈ വേദവാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനും യുവാവുമായ തിമോത്തിയോസിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട്, നമ്മുടെ എല്ലാ വാക്കിലും നാം മാതൃകയുള്ളവരായിരിക്കണം എന്നതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ വാക്കുകളും അത് ദൈവഹിതപ്രകാരമാണ്, അല്ലെങ്കിൽ ദൈവപ്രസാദകരമാണ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വാക്കുകളാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യൗവനകാലത്താണ് നാം അനേകം പുതിയ വാക്കുകൾ പഠിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം അതുവരെയും മാതാപിതാക്കളുടെ സംരക്ഷണയിലും മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ട് നാം നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിച്ചിരുന്നവരുമായിരുന്നു. എന്നാൽ യൗവനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് അനേകം സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന വാക്കുകൾക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ് യൗവനകാലം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, യൗവനകാലത്ത് നമ്മളുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങൾ പോലും അത് നമ്മളുടെ സുഹൃത്തുക്കളുടെ സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. യൗവനകാലത്ത് നമുക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ അവരോടുകൂടെ ചേർന്നിരുന്ന് പലവിധമായിട്ടുള്ള ഗോസിപ്പുകൾ, പലവിധമായിട്ടുള്ള കുറ്റം പറച്ചിലുകൾ, നമ്മൾക്ക് കോപം ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ, അന്യോന്യം പരാതികൾ പറയുക, അതുമാത്രമല്ല ലൈംഗിക ചൊവ്വയുള്ള വാക്കുകൾ പോലും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ യൗവനകാലത്തിൻ്റെ ചില പ്രത്യേകതകളും സ്വാധീനങ്ങളുമാണ്. എന്നാൽ ഒരു ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു യുവാവിനോ ഒരു യുവതിക്കോ ഒരു വ്യക്തിയോ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വായിൽ നിന്നും സ്തുതി സ്തോത്ര യാഗങ്ങൾ, അതുമാത്രമല്ല നന്ദിയുടെ വാക്കുകൾ മാത്രമായിരിക്കും ആ ഒരു വ്യക്തിയുടെ വായിൽ നിന്നും വരുന്നത്. യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, നാവ് അത് വളരെ വമ്പ് പറയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുമാത്രമല്ല, നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് കൊലപാതകത്തിലേക്ക് പോലും എത്തുവാൻ സാധ്യതയുണ്ട് എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണോ എന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ വിലയിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്ന വാക്കുകൾ അത് ദൈവപ്രസാദകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടേതായിട്ടുള്ള കഴിവ് കൊണ്ട് സാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ നടപ്പിലും നാം മാതൃകയായിരിക്കുക എന്നുള്ളതാണ്. നടപ്പ് എന്ന് പറയുമ്പോൾ യൗവന കാലത്തെക്കുറിച്ച് പൊതുവെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അത് ജീവിതത്തിലെ സുവർണ കാലമെന്നാണ്. ജീവിതത്തിൽ മറ്റ് ടെൻഷനുകളില്ലാത്ത, മറ്റ് പ്രയാസങ്ങളില്ലാത്ത, ജീവിതത്തിൽ വലിയ ഭാരങ്ങളില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ യൗവന കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെ തന്നെ ഒന്ന് മറ്റുള്ളവർക്കൊരു ശ്രദ്ധാകേന്ദ്രമാക്കുവാൻ വളരെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ യൗവന കാലം എന്ന് പറയുന്നത്. തങ്ങളെ തന്നെ ഒരുക്കുവാൻ, അതുമാത്രമല്ല യുവാക്കളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നത് യൗവനകാലത്തിൻ്റെ പ്രത്യേകതകളാണ്. എന്നാൽ നാം ചെലവഴിക്കുന്ന സമയം, നാം ചെലവഴിക്കുന്ന സമ്പത്ത്, നമ്മുടെ മുൻഗണനകൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ് നാം നയിക്കുന്നത്, ആ ഒരു ജീവിതമാണ് നാം നടപ്പിലാക്കുന്നത് എന്ന് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇതും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടേതായിട്ടുള്ള സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പ്രതിഫലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഈ യൗവന കാലം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നാം സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പൗലോസ് ഉദ്ദേശിക്കുന്നത് സഹോദര സ്നേഹത്തെക്കുറിച്ചാണ്. ക്രിസ്തു പഠിപ്പിച്ച സഹോദര സ്നേഹം അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നിസ്വാർത്ഥമായ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ കാണിച്ചത്. നമ്മുടെ യാതൊരുവിധ ഗുണവും നോക്കാതെ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. നമ്മുടെ എന്തെങ്കിലും ഗുണം നോക്കി കർത്താവ് മരിക്കാം എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ കർത്താവിന് ഒരിക്കലും ക്രൂശിൽ മരിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. മനുഷ്യരാശിയുടെ യാതൊരുവിധ ഗുണങ്ങളും നോക്കാതെ ഈ ലോകത്തിലേക്ക് പിറവിയെടുത്ത ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റ് ദൈവങ്ങളെന്ന് പേരെടുത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് പറയുന്ന ഒരു ദൈവമല്ല കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ യാതൊരുവിധ ഗുണവും നോക്കാതെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. ആ സ്നേഹമാണ് പ്രിയമുള്ളവരെ നമുക്ക് മാതൃകയാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ സ്നേഹത്തിന് യാതൊരുവിധ അർത്ഥവും ഇല്ലാതെയായി തീരും. എന്നാൽ നിസ്വാർത്ഥമായ സ്നേഹത്താൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ച സ്നേഹമെന്ന് പറയുന്നത്. അപ്രകാരം സ്നേഹിക്കുവാൻ നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. കർത്താവ് നമ്മുടെ മേൽ കാണിച്ച സ്നേഹമെന്ന് പറയുന്നത് അത് ഒരു ത്യാഗപൂർണമായ സ്നേഹമായിരുന്നു, ഒരു സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു. അതാണ് 1 യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. സഹോദരൻ തൻ്റെ സ്വന്തം ജീവനെ മറ്റൊരു സഹോദരന് വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ളതായിരിക്കുന്ന ഒരു സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നാലാമതായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ മാതൃകയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വിശ്വാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കൂട്ടം ആളുകൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്നു.
ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെ പലവിധമായിട്ടുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള ദൈവങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സാധാരണ ഒരു പെൻസിൽ ഉണ്ടാക്കുവാനായിട്ട് മനുഷ്യരുടെ കരം ആവശ്യമായിട്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അതുമാത്രമല്ല ഈ ലോകത്തിലെ സകല ജീവജന്തുക്കളും, അത് എല്ലാം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി വന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിശ്വസനീയമാണ്, അത് എത്രമാത്രം യുക്തി ഉളവാക്കുന്നതാണ്. അതിന് യാതൊരുവിധ യുക്തിയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ കാണുന്ന എല്ലാ സൃഷ്ടികൾക്കും അതിന് ഒരു സൃഷ്ടിതാവുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഇനി ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അനേകം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവമെന്ന് പേരെടുത്തിരിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകം വസ്തുക്കളെ ദൈവങ്ങളായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ദൈവങ്ങൾക്കൊന്നും തന്നെ അവരുടെ കൈകൾ കൊണ്ട് ഒന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കില്ല. അവർക്ക് കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ചെവിയുണ്ടായിട്ട് കേൾക്കുന്നില്ല, കൈയുണ്ടായിട്ട് സ്പർശിക്കുന്നില്ല. അങ്ങനെ ഉള്ള ആളുകളെ ദൈവങ്ങളായിട്ട് കാണുന്ന ഈ ലോകത്തിൽ ഈ സർവ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അതല്ലേ പ്രിയമുള്ളവരെ യഥാർത്ഥമായ ദൈവം? ആ ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്? ആ ദൈവത്തെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോയപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ജീവൻ വാഗ്ദാനം ചെയ്ത ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യമായ ന്യായവിധിയിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്ന ഒരു യേശുവാണ്, ഒരു ദൈവമാണ് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതല്ലേ പ്രിയമുള്ളവരെ ഏറ്റവും യോഗ്യമായ, ഏറ്റവും യുക്തിയുള്ളതായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഏറ്റവും മാതൃകയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാം നിർമ്മലതയിൽ മാതൃകയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് യുവാക്കളുടെ ഇടയിലെ ഒരു പ്രധാന സംസാര വിഷയങ്ങളിൽ ഒന്നാണ് ഹോമോസെക്ഷുവാലിറ്റി അഥവാ സ്വവർഗഭോഗം. മറ്റൊരു സംസാര വിഷയമാണ് LGBTQ+. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേകം സംസാര വിഷയങ്ങളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേകം സമ്പ്രദായങ്ങളും ഉള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുൻപോട്ട് വന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ നോക്കിയാൽ ഏകദേശം 100ഓളം ലിംഗഭേദങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതൊന്നും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ലോകത്തിലേക്ക് വന്ന കാര്യങ്ങളല്ല. ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധം മാത്രമാണ്. മറ്റെല്ലാം പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ബന്ധങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നിർമ്മലതയുള്ളതായി നമുക്ക് ഈ ലോകത്തിൽ സൂക്ഷിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, നിങ്ങളുടെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ വാക്കുകളിലും, നിങ്ങളുടെ എല്ലാ നടപ്പിലും, നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ, നിങ്ങളുടെ നിർമ്മലതയിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ ആ ശക്തിക്ക് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ യാതൊരുവിധ അധ്വാനം കൊണ്ടും അത് സാധ്യമായി തീരുകയില്ല. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതിലൂടെ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. ഏകയാഗ
സ്നേഹരൂപാ, പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെ ഓർത്തിടാം. എനിക്കായി നീ പീഡകളേറ്റു, എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു, എന്നെയും വീണ്ടെടുക്കുവാൻ. ഗെത്സമനി മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. ഗെത്സമനി മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. ക്രൂര മനുഷ്യരാൽ കഷ്ടങ്ങളേറ്റു നീ സ്വന്ത ജീവൻ എനിക്കേകിയല്ലോ, സ്വന്ത ജീവൻ എനിക്കേകിയല്ലോ. എനിക്കായി നീ പീഡകളേറ്റു, എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു, എന്നെയും വീണ്ടെടുക്കുവാൻ. സ്വർഗമഹിമകൾ പിടിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. സ്വർഗമഹിമകൾ പിടിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. എന്നെ വിടുവിപ്പാൻ, മോചനം നൽകുവാൻ സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ, സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ. എനിക്കായി നീ പീഡകളേറ്റു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് യൗവന കാലഘട്ടം എന്ന് പറയാറുണ്ട്. കാരണം യൗവനകാലത്താണ് ഉത്സാഹവും ചുറുചുറുക്കും അധികമായിട്ടുള്ളത്. യൗവന കാലഘട്ടം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പല ആളുകളും നിരാശയിലാകാറുണ്ട്. കാരണം അവരുടെ യൗവന കാലഘട്ടത്തിൽ വേണ്ടതുപോലെ സമയം വിനിയോഗിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, അവരുടെ ആരോഗ്യം വിനിയോഗിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, കർത്താവിന് വേണ്ടി പലതും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന നിരാശയിൽ അകപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ യൗവന കാലഘട്ടം നാം എങ്ങനെ വിനിയോഗിക്കുന്നു? കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാൻ, കർത്താവിനോടൊപ്പം സൃഷ്ടാവിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഹൃദയവും കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണോ? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൗവന കാലഘട്ടം, ചുറുചുറുക്കുള്ള കാലഘട്ടം, ഉത്സാഹമുള്ള കാലഘട്ടം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് നാം തയ്യാറാണോ? എങ്ങനെയാണ് ക്രിസ്തുവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? അതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ക്രിസ്തുവുമായിട്ട് ഒരിക്കലും യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചമായിരിക്കുന്ന ദൈവത്തിന് ഇരുളുമായിട്ട് യാതൊരു ചേർച്ചയുമില്ല. അതുകൊണ്ട് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മെ നീതീകരിച്ച്, നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് ആ യേശുക്രിസ്തു
വിശ്വസിച്ച് ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എൻ്റെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം കാൽവരിയിലെ ക്രൂശിൽ നടത്തിക്കഴിഞ്ഞു, അത് ഇനി മറ്റൊരു യാഗം ആവശ്യമില്ല, സമ്പൂർണ്ണമായിരിക്കുന്ന യാഗം അവിടെ നടന്നു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ കർത്താവിനെ സ്വന്തം നാഥനായി സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് വാസം ചെയ്യുവാനായിട്ട് സാധിക്കും, ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നമ്മുടെ യാത്ര മുമ്പോട്ട് പോകുവാൻ, ആ യൗവന കാലഘട്ടം സൃഷ്ടാവിന് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന യൗവന കാലഘട്ടം അത് സൃഷ്ടാവിന് വേണ്ടി വിനിയോഗിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ യൗവന കാലഘട്ടം മറ്റു പല പാപവഴികളിലൂടെയും മ്ലേച്ഛതകൾ ചെയ്തും ഞങ്ങൾ ജീവിതം നയിച്ചവരാണ്. എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്ര, ആ യാത്രയിൽ പങ്കാളികളായി തീരുവാൻ അവിടെ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ആ പോരായ്മകളെ നികത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സ്വന്തം നാഥനായി രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.